ഹായ് വെൽക്കം ബാക്ക് ടു അബി സുഷി. നമ്മുടെ ഫോണിന്റെ ബാറ്ററി അതുപോലെ തന്നെ നെറ്റ് ഇത് പെട്ടെന്ന് കുറഞ്ഞു പോകാന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു പ്രോബ്ലം തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ചെറിയൊരു ടെക്നിക്ക് അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ തന്നെ ഉള്ള സെറ്റിംഗ്സ് ആണ്. അതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 മണിക്കൂറൊക്കെ നിൽക്കേണ്ട ബാറ്ററി ആണെങ്കിൽ നമുക്ക് 4-5 മണിക്കൂറൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. വളരെ ചെറിയൊരു സെറ്റിംഗ്സ് ആണ്. അപ്പോൾ ആ സെറ്റിംഗ്സ് പറയുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മൊബൈൽ ഫോണിന്റെ ഹോം പേജിൽ നമുക്ക് സെറ്റിംഗ്സ് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലേ. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. എല്ലാവരുടെ ഫോണിലും ബാറ്ററി ഉണ്ടാവും. ബാറ്ററി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓരോ ഫോണിലും ഓരോരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാവരിലും ഉണ്ടാവും തന്നെയാണ്. ഇവിടെ നമുക്ക് ബാറ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് നമുക്കിവിടെ ബാലൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ 88% ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ബാറ്ററി വല്ലാതെ കുറയുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ടെക്നിക്സ് വളരെയധികം ഉപയോഗപ്പെടും. ഇവിടെ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി യൂസേജ് ബൈ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ബാറ്ററി യൂസേജ് ബൈ ആപ്സ്, അതിന് തൊട്ട് താഴെയായിട്ട് പവർ സേവിങ് മോഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പവർ സേവിങ് മോഡ് നമ്മൾ എപ്പോഴും ഓഫ് കിടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. എപ്പോഴും പവർ സേവിങ് മോഡ് ഓൺ ആയിരിക്കണം. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഓൺ ആക്കി കൊടുക്കുക. പിന്നെ ഇവിടെ നമുക്ക് ബാറ്ററി യൂസേജ് ബൈ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് എല്ലാവരുടെ ഫോണിലും ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ ആണ്, അതിലുള്ള സെറ്റിംഗ്സ് ആണ് ഇത് വരുന്നത്. അവിടെ നമുക്ക് ഒപ്റ്റിമൈസ് ബാറ്ററി യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിന് താഴെയായിട്ട് ഓരോ ആപ്പുകളും എത്രത്തോളം ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇവിടെ ഒപ്റ്റിമൈസ് ബാറ്ററി യൂസേജ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, ഇതേപോലെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കാണിക്കുന്നുണ്ട് ഒപ്റ്റിമൈസ് ബാറ്ററി യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടേൺ ഓഫ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. മുകളിൽ ഒപ്റ്റിമൈസ് ബാറ്ററി യൂസേജ് ആണ് കാണിക്കുന്നത്. വളരെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെ ക്ലോസ് ബാറ്ററി ഡ്രെയിനിങ് ആപ്സ് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്ന ആപ്സുകൾ നമ്മൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലേക്ക് നോക്കണം കേട്ടോ, എത്രത്തോളം നമുക്ക് ലാഭിക്കാൻ പറ്റി. കണ്ടില്ലേ, അത് ചെയ്ത് വെച്ച സമയത്ത് ഏകദേശം ഒരു 7 മിനിറ്റോളം നമുക്ക് എക്സ്ട്രാ ലൈഫ് ബാറ്ററിക്ക് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണിത്. ഇപ്പോൾ 7 മിനിറ്റ് കിട്ടും. ഇനി രണ്ടാമതാണ് അതിലും രസം. കാരണം ഇത് നോക്കൂ, ടേൺ ഓഫ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ 7 മിനിറ്റാണ് കാണിക്കുന്നത്. ഈ ടേൺ ഓഫ് ലൊക്കേഷൻ സർവീസ് ഒന്ന് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ 2 hours 6 minutes ആയി മാറി. അപ്പം അത്രയും ടൈം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എന്ത് കിട്ടുകയാണ്, ബാറ്ററി ലൈഫ് കിട്ടുകയാണ്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ കുറച്ചും കൂടി 2-3 മണിക്കൂറൊക്കെ നമുക്ക് അധികമായിട്ട് ബാറ്ററി ലാഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി ലാഭിക്കുന്ന കൂടെ തന്നെ നമുക്ക് ഈ ബാറ്ററിയുടെ ഈ ചാർജ് കുറയുന്നത് മാത്രമല്ല, കുറയുന്നത് ലാഭിക്കാമെന്ന് മാത്രമല്ല, അതേ സമയത്ത് തന്നെ നമുക്ക് നെറ്റ് ഇതുവഴി ലാഭിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്, ഈ ബാറ്ററി ഡ്രെയിനിങ് ചെയ്യുന്ന ആപ്സുകൾ നമുക്ക് ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. പിന്നെ അതിൻ്റെ താഴെയുള്ള പവർ സേവിങ് മോഡ് അല്ലെങ്കിൽ സേവ് പവർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. അത് നമുക്ക് സാധാരണ നമ്മുടെ ഫോണിൽ ഡിസ്പ്ലേയിൽ നമുക്ക് കാണുന്നൊരു ഓപ്ഷനാണ് പവർ സേവിങ് മോഡ് എന്നുള്ളത്. അത് എപ്പോഴും ഓൺ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇവിടെ കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ പല ആപ്സുകളിൽ വേണ്ട ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് ചിലപ്പോൾ സ്റ്റോപ്പ് ആയി പോകും. പക്ഷേ നമുക്ക് പെട്ടെന്നൊക്കെ അത്യാവശ്യ ഘട്ടങ്ങൾ നമ്മൾ എവിടെയും കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബാറ്ററി ഒരു അരമണിക്കൂറൊക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സിലൊന്ന് എനേബിൾ വെച്ച് കഴിഞ്ഞാൽ നെറ്റും നമുക്ക് ലാഭിക്കാൻ പറ്റും, അതേസമയത്ത് ബാറ്ററി ഡ്രെയിൻ ആവുന്നതോ ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാറ്ററി പെട്ടെന്ന് നല്ലപോലെ കുറഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ നെറ്റ് വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സ് ഒന്ന് കയറിയിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ബാറ്ററി കുറേ നേരത്തേക്ക് നമുക്ക് താഴാതെ നിൽക്കുന്നതായിരിക്കും. ഇതുപോലുള്ള നല്ല ഹൈലി ഇൻഫോർമേറ്റീവുള്ള വീഡിയോസാണ് ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്താണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.